ബന്ധു നിയമന വിവാദത്തിൽ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ രാജിവെച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്നും രാജിവെക്കാൻ തയ്യാറാണെന്നും ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റിനെ അറിയിച്ചതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ ഉയർത്താനാണ് രാജിയെന്ന് കോടിയേരി പറഞ്ഞു. ജയരാജനും പി.കെ. ശ്രീമതിക്കും എതിരായ പാർട്ടി നടപടി അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുമെന്നും കോടിയേരി അറിയിച്ചു. 3 മണിക്കൂർ നീണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമന വിവാദങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. തെറ്റ് തുറന്നു സമ്മതിച്ച ഇ.പി. ജയരാജൻ രാജിക്ക് അനുമതി ആവശ്യപ്പെടുകയായിരുന്നു. തന്റെ അടുത്ത ഒരു ബന്ധുവിനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ആയി നിശ്ചയിച്ച നടപടി തനിക്ക് സംഭവിച്ചൊരു തെറ്റാണ് എന്ന് ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ, ഗവൺമെന്റിന്റെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ മറ്റു പാർട്ടികളിൽ നിന്നും മുൻകാല ഗവൺമെന്റുകളിൽ നിന്നും വ്യത്യസ്തമാണ് LDF സർക്കാർ എന്ന് തെളിയിക്കാൻ പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിന് പാർട്ടി സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ്. വ്യവസായ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. വിജിലൻസ് അന്വേഷണം സ്വതന്ത്രമായിരിക്കും. മുൻകാല സർക്കാരുകളിൽ നിന്നും വ്യത്യസ്ത സമീപനമാണ് LDF-ന്റേതെന്നും കോടിയേരി വ്യക്തമാക്കി. ഇത് മുൻകാലത്ത് UDF അധികാരത്തിലിരുന്ന കാലത്ത് 8 മന്ത്രിമാർക്കെതിരെ ഇവിടെ വിജിലൻസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. FIR തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് UDF സ്വീകരിച്ച സമീപനം, അതിലൊരു മന്ത്രി പോലും രാജിവെക്കുന്ന സമീപനമല്ല UDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. കോടതി പരാമർശത്തെ തുടർന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന ബാബു രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടു. ആ രാജിക്കത്ത് സ്വീകരിക്കാതെ കോടതിയിൽ അപ്പീൽ പോയി മന്ത്രിസ്ഥാനത്ത് തുടരാൻ കെ ബാബുവിന് അവസരമുണ്ടായി കൊടുക്കുകയാണ് അന്ന് ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്. സംഘടനാപരമായ കാര്യങ്ങൾ അതത് ഘടകങ്ങൾ പരിശോധിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ സുതാര്യമാക്കാൻ സംവിധാനം ഒരുക്കണമെന്നും സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടിയുടെയും സർക്കാരിന്റെയും യശസ്സിന് കളങ്കം ചാർത്താതിരിക്കാനും തന്റെ തത്വാധിഷ്ഠിത നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് രാജിവെച്ചതെന്ന് ഇ.പി. ജയരാജൻ. വ്യവസായ മേഖലയെ നശിപ്പിക്കുന്ന മാഫിയകൾക്കും അഴിമതിക്കാർക്കുമെതിരെയുള്ള തന്റെ പ്രവർത്തനം അവരെ ബുദ്ധിമുട്ടിച്ചു. ഈ സാഹചര്യത്തിലാണ് പുതിയ വിവാദം ഉയർന്നു വന്നതെന്നും അഴിമതിക്കാരും രാഷ്ട്രീയ ശത്രുക്കളും പാർട്ടിയെയും സർക്കാരിനെയും കടന്നാക്രമിക്കുകയായിരുന്നുവെന്നും ഇ.പി. പ്രസ്താവനയിൽ വ്യക്തമാക്കി. മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 4.5 മാസക്കാലത്തെ തന്റെ പ്രവർത്തനം വ്യവസായ മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന വാക്കുകളോടെയാണ് ഇ.പി. ജയരാജന്റെ പ്രസ്താവന തുടങ്ങുന്നത്. വ്യവസായ മേഖലയെ അടിമുടി നശിപ്പിക്കുന്ന ചില ശക്തികൾക്കും മാഫിയകൾക്കും തന്റെ പ്രവർത്തനങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കി. വ്യവസായ വകുപ്പിലെ സുപ്രധാന സ്ഥാനങ്ങളിലിരുന്ന് അഴിമതി കാട്ടിയ നിരവധി ആളുകളെ നീക്കിയതും മാറ്റി നിയമിച്ചതും അത്തരക്കാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. ഈ സാഹചര്യത്തിലാണ് പുതിയ വിവാദം ഉയർന്നു വന്നത്. വിവാദങ്ങൾ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ ശത്രുക്കളും അഴിമതിക്കാരും CPIM-നെയും LDF-നെയും സർക്കാരിനെയും കടന്നാക്രമിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും യശസ്സിന് കളങ്കം ചാർത്താതിരിക്കാനും തന്റെ തത്വാധിഷ്ഠിത നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് പാർട്ടിയെ രാജ്യസന്നദ്ധത അറിയിച്ചതും പാർട്ടി രാജിക്ക് അനുമതി നൽകിയതുമെന്ന് ഇ.പി. പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. മന്ത്രി എന്ന നിലയിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും സഹകരണവും നൽകിയ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചാണ് ജയരാജൻ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജയരാജന്റെ രാജി പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയല്ലെന്ന് സീതാറാം യെച്ചൂരി. തെറ്റ് തിരുത്തുന്നത് പക്വമായ നടപടിയാണെന്നും യെച്ചൂരി പറഞ്ഞു. BJP-യെയോ കോൺഗ്രസിനെയോ പോലെയല്ല CPIM എന്നും യെച്ചൂരി വ്യക്തമാക്കി. Correcting mistakes is never a setback. In fact, that shows the maturity and that shows a different character. And unlike the earlier governments in Kerala, or the other parties which have governments in India at the central level, we are a party that correct. In case there is a mistake, the correction is done. Unlike what you have seen either with the BJP government or with the earlier UDF government in Kerala. ജയരാജന്റെ രാജി അന്തസ്സോടെയെന്ന് VS അച്യുതാനന്ദൻ. മുൻകാലങ്ങളിൽ പ്രതിഷേധമുണ്ടായിട്ടും രാജിവെക്കാത്തവരുടെ തൊലിക്കെട്ടി മറന്നിട്ടില്ലല്ലോ എന്നും VS ചോദിച്ചു. അത് നല്ല കാര്യമല്ലേ? കാരണം ഇതിനു മുമ്പുള്ള അഴിമതിക്കാരെ സംബന്ധിച്ചിടത്തോളം
തീരുമാനങ്ങൾ വീണ്ടും പ്രക്ഷോഭങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അവനൊന്നും അനങ്ങിയിട്ടില്ലല്ലോ. അവരുടെ തൊലിക്കട്ടിയുടെ വലിപ്പം ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് അന്തസ്സായിട്ട് രാജിവെച്ചൊഴിഞ്ഞില്ലേ. ക്രമരഹിതമായ ഒരു നടപടിയും അംഗീകരിക്കില്ലെന്ന് എസ് രാമചന്ദ്രൻ പിള്ള. ആ സന്ദേശമാണ് CPIM നൽകിയതെന്നും SRP പറഞ്ഞു. ഇപ്പോൾ കുറേ നടപടികൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് തുടങ്ങിക്കഴിഞ്ഞു. എന്ത് വേണം എന്നുള്ളത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ജയരാജൻ രാജിവെച്ചതെന്ന് കാനം രാജേന്ദ്രൻ. രാജി ആവശ്യപ്പെടാൻ UDF-ന് അർഹതയില്ലെന്നും കാനം പറഞ്ഞു. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയിലെയും മര്യാദയുടെയും അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞു നീക്കാൻ ജയരാജൻ ഒഴിഞ്ഞു നീക്കാൻ തീരുമാനിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചില പ്രതികരണങ്ങൾ കണ്ടു. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം 5 വർഷക്കാലം മുമ്പ് ഇവിടെ ധാരാളം വിജിലൻസ് കേസുകളും വിജിലൻസ് പരാമർശനങ്ങളും ഉണ്ടായിരുന്നു. ഒരു മന്ത്രിയെങ്കിലും രാജിവെക്കാൻ സീസറുടെ ഭാര്യ വേണ്ടി വന്നു എന്നുള്ളതാണ്, ഹൈക്കോടതി പരാമർശനം വേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ പാരമ്പര്യം. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും പറയാൻ UDF-ന് ഒരു അവകാശമില്ല. എന്നാൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞു. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ വീണ്ടും അഭിഭാഷകരുടെ അതിക്രമം. വിജിലൻസ് പ്രത്യേക കോടതി മുറിയിൽ നിന്നും 2 വനിതാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയാണ് ഒരു സംഘം അഭിഭാഷകർ ബലമായി ഇറക്കിവിട്ടത്. കൂടാതെ മീഡിയ റൂം തകർക്കുകയും കോടതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർക്കും മാധ്യമ വാഹനങ്ങൾക്കും നേരെ കല്ലേറും ഉണ്ടായി.